മന്ത്രിക്ക് ചാനലിന് പ്രതികരണം നടത്തുന്നതിന് ഇന്റർവ്യൂ നൽകുന്നതിനും ഒരു തരത്തിലുള്ള പ്രയാസവും ആരോഗ്യ പ്രശ്നവുമില്ല. ഈ പറഞ്ഞ പ്രതികൾക്ക് സഹായമാകുമെന്ന രീതിയിലേക്കുള്ള ഏതെങ്കിലും തരത്തിലൊരു നടപടിയുടെ ഭാഗമായി ഈ പരാതിയുടെ പുറത്ത് മൊഴി നൽകാൻ പോലും തയ്യാറാകാത്ത മന്ത്രി ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോട് പെരുമാറുകയാണ്. മന്ത്രിക്ക് പരിക്ക് പോലും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ വ്യക്തമാവും. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു വരുന്നുണ്ട്. സ്വാഭാവികമായൊരു ജനകീയ വിഷയം ഉയർത്തിപ്പിടിച്ച് ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ വേട്ടയാടുന്നൊരു സമീപനമാണ് പോലീസും സർക്കാരും ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിന്റെ പേരിൽ മന്ത്രിയെ ആക്രമിച്ചു എന്നൊരു തിരക്കഥയുണ്ടാക്കി പരമാവധി ദിവസം KSU നേതാക്കളെ ജയിലിൽ കിടത്തുക എന്ന ആസൂത്രിതമായ നീക്കത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ തള്ളുന്നൊരു സാഹചര്യവും കസ്റ്റഡിയിൽ ഉൾപ്പെടെ പ്രതികളെ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ നീങ്ങി. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ചില വാദമുഖങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പോലീസ് കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ പലതരത്തിലുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉന്നതമായ ഗൂഢാലോചനയുണ്ടെന്നും ഈ പറയപ്പെട്ടതിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അവർ വന്ന വാഹനം ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കണമെന്നും ഈ പറഞ്ഞ പരിക്ക് പറ്റിയെന്ന് അവകാശപ്പെടുന്ന മന്ത്രിയുടെയും ഗൺമാനും ഉൾപ്പെടെയുള്ള ആളുകൾ KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രതികളെ തിരിച്ചറിയണമെന്നൊക്കെയുള്ള വിചിത്രമായ പല വാദമുഖങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. അതുപോലെ തന്നെ ഈ ജാമ്യത്തെ എതിർത്തതും വലിയ ഗൂഢാലോചനയും വലിയ അക്രമ സ്വഭാവവും ആയുധങ്ങളൊക്കെ കണ്ടെടുത്താനുണ്ടെന്നൊക്കെ ഏത് ആയുധത്തെയാണ് ഇപ്പോഴും കോടതിയെ പോലും വിഡ്ഢിയാക്കുന്ന ഒരു സമീപനം പ്രോസിക്യൂഷനും പോലീസും സ്വീകരിക്കുകയാണ്. കരിങ്കൊടിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന ആയുധം കണ്ടെത്തണമെന്നാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒരായുധവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാം കൃത്യമായി ബോധ്യപ്പെട്ടുള്ളൊരു കാര്യമാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഈ നിലപാട് അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ളതാണ്. വിഷയങ്ങൾ കൃത്യമായ തിരക്കഥയുടെയും ഗൂഢാലോചനയുടെയും അടിസ്ഥാനത്തിലാണ്. അതിന് പോലീസിനെ ഉപയോഗപ്പെടുത്തി ഈ പ്രോസിക്യൂഷനെ പോലും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വളരെ ബാലിശമായ ഒരു തികഞ്ഞ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇതിലൂടെ വെളിവാകുന്നത്. തീർച്ചയായും ഇതിന്റെ നിയമസാധ്യതകൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ തുടർ നടപടികളുടെ ഭാഗമായി മേൽക്കോടതിയെ സമീപിക്കും. ജാമ്യ ഹർജിയുമായി ഏറ്റവും അടുത്ത ദിവസം ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയിൽ ആവശ്യപ്പെട്ട തീരുമാനത്തിലേക്ക് ഈ പറഞ്ഞ 5-ാം തീയതി പ്രതികളെ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സാഹചര്യം കൂടെ പരിഗണിച്ച് ഏറ്റവും അടുത്ത ദിവസം തന്നെ മേൽക്കോടതിയിൽ ജാമ്യ ഹർജി അപ്പീൽ ഹർജി ഫയൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏത് വിധേനയും KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ പരമാവധി ദിവസം ഈ പറഞ്ഞ വ്യാജ പരാതിയുടെ പുറത്ത് ജയിലിൽ കടത്താമെന്ന വ്യാമോഹം അത് അനുവദിക്കാൻ വേണ്ടി കഴിയില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാന KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ രീതിയിലാണ് മന്ത്രിയും ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഈ കേസിലെ സ്വാഭാവിക പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള KSU നേതാക്കളെ കൈകാര്യം ചെയ്യാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏത് രീതിയിൽ മന്ത്രിയെ കൈകാര്യം ചെയ്യണമെന്നുള്ള രീതി കൂടെ അത് മന്ത്രിയുടെ കൃത്യമായി ഈ പറഞ്ഞ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നടപടികൾ നടക്കുന്നത് എന്ന് ബോധ്യപ്പെടുകയാണ്. മന്ത്രി ഉൾപ്പെടെയുള്ള പരിക്ക് പറ്റിയെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് അവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് പോലീസ് പറഞ്ഞത്. മന്ത്രിക്ക് ചാനലിന് പ്രതികരണം നടത്തുന്നതിന് ഇന്റർവ്യൂ നൽകുന്നതിനും ഒരു തരത്തിലുള്ള പ്രയാസവും ആരോഗ്യ പ്രശ്നവുമില്ല. ഈ പറഞ്ഞ പ്രതികൾക്ക് സഹായമാകുമെന്ന രീതിയിലേക്കുള്ള ഏതെങ്കിലും തരത്തിലൊരു നടപടിയുടെ ഭാഗമായി ഈ പരാതിയുടെ പുറത്ത് മൊഴി നൽകാൻ പോലും തയ്യാറാകാത്ത മന്ത്രി ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോട് പെരുമാറുകയാണ്.